ചുവരെഴുതാൻ പോയ പള്ളി ദറസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂരിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളി ദറസിലെ അധ്യാപകൻ പരാതി ഇന്നലെ തന്നെ മെപ്പേർ പോലീസിൽ നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കാണ് അസ്ലം മർദ്ദനമേറ്റത്. ആരാണ് ഇവരെ മർദ്ദിച്ചത്, എന്തിനാണ് മർദ്ദനമെന്ന് വ്യക്തമാകുന്നുണ്ടോ? പോലീസ് എന്ത് പറയുന്നു? കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപമുള്ള പേരാമ്പ്ര ചെറുവണ്ണൂരിലെ ഒരു പള്ളി ദർസിലെ വിദ്യാർത്ഥികളാണ് 4 പേർ. മുഹമ്മദ് സിനാൻ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഉനീസ്, മുഹമ്മദ് ഷാമിൽ, അബ്ദുൽ ഹാദി, 4 പേരും അവിടെ ആ ദറസിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ചുമരെഴുതാൻ വേണ്ടി പോയിരുന്നു. അവിടെ രാവിലെ പകൽ പോവുകയും ഒരു വീട്ടിന് മുന്നിൽ ചുമരെഴുതാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അവർ അനുവാദം നൽകി രാത്രി വന്ന് ചുമരെഴുതിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും കൂടി ചുമരെഴുതിന് വേണ്ടിയുള്ള സാമഗ്രികളുമായി വീണ്ടും ആ വീടിന് മുന്നിലെത്തി. വീട്ടുകാരുടെ വീണ്ടും ഒന്നുകൂടി സംസാരിച്ചപ്പോഴാണ് പിന്നീട് അവിടെ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. സന്തോഷ് ചേകാത്ത എന്ന് പറയുന്ന വീടാണ്. സന്തോഷ് ചേകാത്ത, അതോടൊപ്പം തന്നെ സുരേഷ് പഴയമടത്തിൽ എന്ന് ഈ 2 പേരും ഈ കുട്ടികളോട് വളരെ വർഗീയമായ രീതിയിൽ ആദ്യം വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, പിന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു, പിന്നെ വർഗീയമായ കാര്യങ്ങൾ ചോദിക്കുകയും ഇത് കുട്ടികൾക്ക് സംഗതി പന്തിയല്ല എന്ന് പറഞ്ഞ് കുട്ടികളോട് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആദ്യം മുഹമ്മദ് സിനാനെ മർദ്ദിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഹമ്മദ് ഉനൈസിനെ ആദ്യം മർദ്ദിച്ചു. അത് തടയാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് ഷാമിലിനെ മർദ്ദിച്ചു. കാര്യമായി തന്നെ നല്ല ഇടിക്കുകയും ചവിട്ടുകയും അവിടെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ചെമ്പ് വളം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ അവിടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടികളെ ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഇന്നലെ പുലർച്ചെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒബ്സർവേഷനിലാണ്, നിരീക്ഷണത്തിലാണ് ഉള്ളത്. 2 പേർക്കും മർദ്ദനമേറ്റുന്നത് മാത്രമല്ല, കുട്ടികൾ ഭയചകിതരാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർ നോർമലി അത്തരം പരിപാടികളുടെ ഭാഗമായിട്ട് പള്ളി ദർസിന്റെ പരിപാടികളുമായി പോസ്റ്റ് ഒട്ടിക്കുകയും മറ്റുമൊക്കെ അവർ ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ആദ്യം അവർ അനുമതി വാങ്ങുകയും പിന്നീട് വൈകിട്ട് പോയി പിന്നെ അവിടെ പെയിന്റ് അടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിന് തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഒന്നുകൂടി പറഞ്ഞ സ്ഥിതിക്ക് നേരത്തെ അനുമതി വാങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ വീണ്ടും ഒന്നുകൂടി ചോദിക്കാൻ പോയപ്പോഴാണ് ഇവര് മോശമായി സംസാരിക്കുകയും വർഗീയപരമായി സംസാരിക്കുകയും ആക്രമിക്കുകയും ചെയ്തത്. പോലീസ് ഇന്നലെ രാത്രി തന്നെ അവിടെ എത്തുകയും അതേസമയം ഇന്നലെ രാത്രി തന്നെ കേസെടുക്കാൻ തയ്യാറായില്ലെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ പഠിക്കുന്ന പള്ളി ദർസിലെ അധ്യാപകൻ പരാതി രേഖാമൂലം തന്നെ മേപ്പയൂർ പോലീസിൽ പരാതി നൽകി. പക്ഷേ ഇതുവരെയും കേസെടുത്തിട്ടില്ല. പറയുന്നത് CA വന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ഈ സന്തോഷ് ചേകാത്ത് എന്ന് പറഞ്ഞ ഒരാളെ കസ്റ്റഡിയിലെടുത്തായി നാട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല. ഇതൊരു ഈ സംഘപരിവാർ പശ്ചാത്തലമുള്ളവരാണ് ഈ 2 പേരും എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ഒരു കാരണവുമില്ലാതെ, കാരണം സാധാരണഗതിയിൽ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയും മറ്റുമൊക്കെ ഒന്നുകിൽ അനുവദിക്കുക അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുക എന്നല്ലാതെ അതിന്റെ പേര് അനുവദിച്ചു എന്ന് പറയുകയും പിന്നീട് രാത്രി വിളിച്ചു വരുത്തുകയും എന്നിട്ട് 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, 16-17 വയസ്സുള്ള കുട്ടികളാണ്. അസ്ലം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ്. പക്ഷെ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്.